ഞങ്ങൾ അവിടെ കയറുമ്പോൾ ലേക്ക ഞങ്ങളോട് ഒപ്പം വന്നിരുന്നു. അപ്പം ലേക്ക ചെന്നിട്ട് ഇത് ലേക്ക കണ്ടു. ജീവിച്ചിരുന്ന ഭയങ്കര ശത്രുത കാണിച്ചെങ്കിലും മരിച്ചപ്പോൾ അവർക്ക് അത് ഭയങ്കര നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ പൂപ്പിയോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും ഒക്കെ തീരാത്ത കടപ്പാടും നന്ദിയുണ്ട്. ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുകയും മറ്റു വിശേഷങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം പൂപ്പി വളരെ കുറച്ച് കാലം കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് വളരെ യാദൃശ്ചികമായിട്ട്, പ്രായാധിക്യം മൂലമായിരിക്കാം, വളരെ യാദൃശ്ചികമായിട്ട് അവൾ പോയി. അപ്പോൾ അതിൽ ഞങ്ങളുടെ ആ വിഷമത്തിൽ പിന്നെ പങ്കുചേർന്ന ഒരുപാട് പേര് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്തോ ഞങ്ങൾ മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമായിരുന്നു. കുറേ പ്രശ്നങ്ങൾ. കാര്യം ഒന്ന് ലിയോയുടെ വിഷയം. ലിയോയ്ക്ക് കാലിലൊരു പ്രശ്നമുണ്ടായി. കാലിൽ ഒരു നീര് പോലെ വന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. എവിടെയെങ്കിലും തട്ടിയതാണെന്ന് കരുതിയിട്ടാണ് തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് പൊട്ടലോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ അവിടുന്ന് ഇഞ്ചക്ഷനും ഗുളികയും മരുന്നൊക്കെ തന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം കാലിൽ വല്ലാതെ നീരൊക്കെ ആയി. അപ്പം ഞങ്ങൾക്ക് ചെറിയ പേടി തോന്നി. അവനെ സ്ഥിരമായി ചികിത്സിക്കുന്ന നമ്മുടെ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. അവിടെ അഖിൽ ഡോക്ടറാണ് ഈ നമ്മുടെ ലിയോയുടെ ഡോക്ടർ. അപ്പം ഉടനെ തന്നെ അവനെന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ അഖിൽ ഡോക്ടറെയാണ് വിളിക്കാറുള്ളത്. അഖിൽ ഡോക്ടറെ വിളിച്ചു, കാര്യം പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് കാലിൻ്റെ ഫുൾ എക്സ്റേ എടുത്തു. എന്നിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവൻ്റെ ബ്ലഡ് പരിശോധിച്ചു. എന്നിട്ട് അവന് വിഷയമൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞത് അവനെ എന്തെങ്കിലും കുത്തിയതോ മറ്റോ ആയിരിക്കാം കാലിൽ, അതിൻ്റെ ഒരു റിയാക്ഷൻ മൂലം ഉണ്ടായതാണ് എന്ന്. അപ്പോൾ അതിനുള്ള ഗുളികയും ഒക്കെ തന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് അപ്പം പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം, പിന്നെ പുറത്ത് വിടണ്ട, ഇതുപോലെ കാല് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഓടയും ചാടുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓടയും ചാടും വേണ്ടെന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയാൻ കാരണം, എല്ലാ ദിവസവും വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് വരെ ഇവർക്കിവിടെ ഓട്ടവും ചാട്ടവും കളിയാണ്. അപ്പോൾ അതിന് തടസ്സമായി അവനെ മുറിയിൽ നിന്ന് പുറത്തിറക്കാതെ മുറിയിൽ തന്നെ ഇട്ടു. അപ്പോൾ ആ വാശി ഇവൻ ഞങ്ങളുടെ അടുത്തും തീർത്തു. എന്നെ വീണ്ടും വിഷമിപ്പിച്ചളഞ്ഞു. അപ്പം പിന്നെ ഒരു 2 ദിവസം വെള്ളം കുടിച്ചില്ല. 2 ദിവസം വെള്ളം കുടിക്കാതെ ഇരുന്നു. അതെനിക്കറിയത്തില്ല. വെള്ളം കുടിച്ചില്ല. അപ്പം പിന്നെ ആദ്യ ദിവസം വീട്ടിന് പുറത്തിറങ്ങാത്തുമില്ലായിരുന്നു. അപ്പോൾ ആദ്യ ദിവസം ഇതുപോലെ വെള്ളം കുടിച്ചില്ല എന്ന് തോന്നി മനസ്സിലായിട്ട് അവന് ഞാൻ വൈകിട്ട് ഒരു കരിക്കടത്തി വെള്ളം കൊടുത്തു. അപ്പം അത് കരിക്കടത്തി കൊടുത്ത് ആ കരിക്കിൻ്റെ വെള്ളം കുടിച്ചു. രണ്ടാമത്തെ ദിവസം ഇത് തന്നെ, അവൻ പകൽ വെള്ളം കുടിക്കുന്ന കാണുന്നില്ല. അപ്പം അന്നും ഇതുപോലെ തന്നെ വൈകിട്ട് കരിക്കടത്ത് വെള്ളം കൊടുത്തു. അപ്പം ഇപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമെന്ന് എഴുതിയിട്ട് പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരുമോയെന്ന് ഇങ്ങനെ ഭയന്നിരിക്കുകയായിരുന്നു. പിന്നെ നമ്മള് തണുത്ത വെള്ളമൊക്കെ കൊടുത്തു നോക്കി. തണുത്ത വെള്ളം, ഐസ്, ചൂടല്ലേ, ഒന്നും താല്പര്യമില്ല. പിന്നെ അവനെ ചെറിയൊരു പറ്റിപ്പ് പറ്റിച്ചു. പിന്നെ കുറച്ച് വെള്ളത്തിൽ ഒരു വളരെ നിറം മാറത്തക്ക വിധത്തിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്തു നോക്കി. അപ്പോൾ ആൾ കുടിച്ചു. അത് ചെറിയ പറ്റിപ്പായിരുന്നു. അപ്പോൾ ഇതെന്താ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ അടുത്ത ദിവസം വൈകിട്ടായപ്പോൾ വെറുതെ യാദൃച്ഛികമായിട്ട് അവൻ എല്ലാ ദിവസവും വന്നിട്ട് അവൻ്റെ കളിപ്പാട്ടം ചോദിക്കും. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് അവൻ്റെ കളിപ്പാട്ടം ചോദിക്കും. പിന്നെ അപ്പോൾ അതെടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ കളി. അപ്പം കളിപ്പാട്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കളിപ്പാട്ടം തരുന്നില്ല, നീ പോയി വെള്ളം കുടിച്ചിട്ട് വന്നാൽ കളിപ്പാട്ടം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് വന്നാൽ കളിപ്പാട്ടം തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി വെള്ളം കുടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അവന് കളിപ്പാട്ടം എടുത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ മാറ്റി വെച്ചിട്ട് പറഞ്ഞു വീണ്ടും വെള്ളം കുടിച്ചിട്ട് വന്നാൽ കളിപ്പാട്ടം തരാമെന്ന്. അപ്പോൾ വീണ്ടും പോയി വെള്ളം കുടിച്ചു. അപ്പോൾ അങ്ങനെ അവന് പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അന്ന് പിന്നെ കുറച്ച് സമയം അവനെ ഒന്ന് കളിപ്പിച്ചു. ഇപ്പോൾ അവന് വെള്ളം കുടിക്കുന്ന ആ ഒരു വിഷയമേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഇവർ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള തരികിട കളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനൊരു വിഷയമുണ്ട്. ആ ഇപ്പം ആ ലൈറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കൂടി തുടങ്ങി. വെള്ളം കൂടി തുടങ്ങി. ലൈറ്റ് കൊടുക്കാതെ അവർ വെള്ളം കുടിക്കില്ലായിരുന്നു. ഇപ്പം പിന്നെ ഇത് നക്കാതിരിക്കാൻ പിന്നെ മാസ്ക് ഒക്കെ ഇടയ്ക്കിട്ട് കൂടെ കൊണ്ട് കിടന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. കാലിൽ മരുന്ന് മക്കളെണീറ്റാണ് എണീറ്റേ അവിടെ ഒരു വട്ടത്തിന് ഇങ്ങനെ ഒരുമാതിരി തൊലിയൊക്കെ ഒന്ന് മാറി. അത് അത്രയും ഒരു സ്കിൻ ഇൻഫെക്ഷൻ പോലെ. ഇൻഫെക്ഷൻ എന്തോ കുത്തിയിട്ട് അത്രയും സ്ഥലത്ത് പിന്നെ രോമം അങ്ങ് പോയി. അവിടെ ഇരുന്നേ ഇരിക്കേ. കാലൊന്ന് കാണിച്ചേ മക്കളെ, കാലൊന്ന് കാണിച്ചേ. ആണോ? ഇനി കിടന്നോ കിടന്നോ. അവിടെ ഇരുന്ന് അമ്മ അവിടെ ഇരുന്നോ. പിന്നെ എടുത്തു തരും ലൈറ്റൊക്കെ. പിന്നെ എടുത്തു തരാം. ഒരാള് പിന്നെ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എന്തോ പറയുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിപ്പോ എന്തോ അവൾ അവിടെ കളിയില്ല, പരിപാടിയിലാണ്. ഇവിടെ എന്തോ പരിപാടി. അത് കടിച്ചു മുറിക്കാനുള്ള പരിപാടിയിലാണ്. അത് മുറിയത്തില്ല മക്കളെ, അത് മുറിയുന്ന സാധനം അല്ല. അത് മുറിയുന്ന സാധനം അല്ല. നീ അത് കടിച്ചു മുറിച്ചോ. ഓക്കെ, എന്താ ഇങ്ങ് വന്നേ ലേക്കോ. അവിടെ പോയി കിടന്നിട്ട് ഒക്കൂലായിരുന്നു. അതെന്തിനാ പോയി അവളെ ഇളക്കിയ? അവളവിടെ സമാധാനമായിട്ട് കിടന്നതാണ്. നീ പോയി അവളെ വിളിച്ചെണീപ്പിച്ചതാ. എന്താ അവളാ കളി ഇനി രക്ഷയില്ല. അവൾ ആ കളിയുടെ ശ്രദ്ധയിലായിരുന്നു. ബിന്ദു പോയിട്ട് അവളെ വിളിച്ചെണീപ്പിച്ചതാണ്. എന്താ നിന്റെ പ്രശ്നം? എന്താ ഇനിയിപ്പോ നമ്മള് ഇനി അവരുടെ കളിപ്പാട്ടം എടുത്തു കൊടുക്കാതെ പറ്റത്തില്ല. അപ്പൊ അതിന് ഞങ്ങള് ചെറിയൊരു സൂത്രപ്പണിയൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലേക്കുട്ടി എന്താ ഇപ്പൊ നിങ്ങൾക്ക് അല്പം നമ്മൾ സ്വകാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കും അവളുടെ കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളമായിട്ടേക്കും. അപ്പം അതിനൊരു ചെറിയ സൂത്രപ്പണി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയുക ഇച്ചിരി ക്രൂരമായി പോയെന്നൊക്കെ പറയും, പക്ഷേ അല്ലാതെ വേറെ നിവർത്തിയില്ല. നോക്കിക്കോളേ എന്തൊക്കെ. മക്കളെ ചെന്നേ ഒരു നിമിഷം കേട്ടാ. ചെന്തെടുക്കാൻ പോയി രേച്ചു, ചെന്തെടുക്കാൻ പോയി. അവിടെ എന്തോ കാണിക്കാൻ പോയി. രേഖയ്ക്ക് എന്തോ പണി ഒപ്പിക്കാനാന്ന് തോന്നുന്നല്ലേ. ചുമ്മയ്ക്ക് എന്തോ പണി തരാനാന്നാ തോന്നുന്നേ. ആഹാ, ലേക്കുട്ടി മിടിക്കുക. വന്നേ അവർക്ക് മനസ്സിലായി. പുള്ളി ഓടുന്നു. ലേക്കുട്ടി മിടിക്കുക വന്നേ, മിടുക്കി കുട്ടി വന്നേ. അവർക്ക് മനസ്സിലായി എന്തോ പണി ഒപ്പിച്ചു. അവിടെ താഴെ വീഴാതെ ഇച്ചിരി വെച്ചോണ്ടിരിക്കാവോ? താഴെ വീഴല്ലേ? താഴെ വീഴാതിരുന്ന ലൈറ്റ് താഴെ വീഴാതിരുന്ന ലൈറ്റ് അടിച്ചു അവിടെ ഇരിക്കട്ടെ. അപ്പം ഇതൊക്കെ ഞങ്ങൾക്കുള്ള പരിപാടികൾ. അയ്യോ താഴെ വീടുകയാ. ഇല്ല, ഞാൻ പോവാ. നീയുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. ഇല്ല, ഈ പരിപാടി ഞാൻ വരില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓടിച്ചു വിടുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് കാര്യങ്ങള്. അല്ലാതെ നമുക്കൊന്ന് ചിലപ്പം എന്തെങ്കിലും നമ്മൾ സീരിയസ് ആയ വിഷയമായിരിക്കും സംസാരിക്കുന്നത്. അതിന്റെ ഇടയിൽ വന്ന് കയറും ബഹളവും ഒക്കെയാ. അപ്പൊ ഒരു കിണ്ണം എടുത്ത് ഇച്ചിരി നേരം മിടിക്കുക, ഇച്ചിരി നേരം താഴെ വീഴാതെ വെച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോളും കുറച്ച് സമയത്തേക്ക്. അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. അവിടെ ഇരുന്നോട്ടാ, കുഞ്ഞോടെ ഇരുന്നു. ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇരുന്നാൽ മതി. ഏതൊരു വിഷമത്തിലും ഇവരുടെ ഇത്തരം കുസൃതികളും ഈ കളികളും ഒക്കെയാണ് നമുക്ക് മനസ്സിന് ഒരു സന്തോഷം തരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആകെ പ്രശ്നമായിരുന്നു, മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എന്ന് പറയാം. മൊത്തത്തിൽ പ്രശ്നം. വണ്ടിയെല്ലാം വണ്ടിയുടെ കാര്യത്തിലും പ്രശ്നമായി. വണ്ടി കംപ്ലൈൻ്റ് ആയി, വണ്ടി വർക്ക്ഷോപ്പിലാണ്, അങ്ങനെ പ്രശ്നം. പിന്നെ എല്ലാം മൊത്തത്തിൽ ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ലേക്ക കൂട്ടിനടുത്ത് ചെന്നിട്ട് പിന്നെ കയറി മുഴുവൻ പരിശോധിക്കുമായിരുന്നു. ഈ നമ്മുടെ സ്റ്റെപ്പ് കയറി നിന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന്
പൂപ്പി കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കുമായിരുന്നു. അപ്പോൾ അവള് പൂപ്പി അന്വേഷിക്കുന്നുണ്ടായിരുന്നു 2-3 ദിവസം. അപ്പം ഇവൻ ഒന്നും കണ്ടില്ല, എന്താ സംഭവിച്ചതെന്ന് അവൻ അറിഞ്ഞതുമില്ല. അപ്പം അതുകൊണ്ടായിരിക്കും അവൻ ആ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരുന്നത്. അപ്പം പിന്നെ അങ്ങനെ പൂപ്പി എന്തെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകാറുണ്ട്. പക്ഷേ അതെങ്ങോട്ട് പോയി എന്ന് പിന്നെ ലിയോയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നെ ലേഖയ്ക്ക് മനസ്സിലായി എന്ന് വേണം. മനസ്സിലായി, കാരണം അവൾ ചെന്ന് അടുത്ത് നോക്കി. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന്, പിന്നെ എന്ത് ചെയ്തു എന്ന് പിന്നെ ലേഖ അറിഞ്ഞില്ല. അവള് 2-3 ദിവസം പിന്നെ പോയി നോക്കിയിരുന്നു. അപ്പൊ ശത്രുക്കളായിരുന്നെങ്കിലും ഭയങ്കര ജീവിച്ചിരുന്നോ ഭയങ്കര ശത്രുത കാണിച്ചെങ്കിലും മരിച്ചപ്പോ അവക്കത് ഭയങ്കര ഫീലിംഗ് ആയി. പുള്ളിക്കത് ഒരു മുഖത്തത് കാണായിരുന്നു. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഒത്തിരി 2-3 ദിവസം അങ്ങനെ അവിടെ പോയി നോക്കുമായിരുന്നു. എവിടെ പോയത്, പൂപ്പി എവിടെ പോയത്. കാരണം അവളെന്നും കേൾക്കുന്നതല്ലേ ബഹളം. പൂപ്പി പിന്നെ മരിച്ച ദിവസം ലേക്ക, അപ്പോൾ ഞങ്ങൾ അവിടെ കയറുമ്പോൾ ലേക്ക ഞങ്ങളോട് ഒപ്പം വന്നിരുന്നു. അപ്പം ലേക്ക ചെന്നിട്ട് ലേക്ക കണ്ടു, പൂപ്പി മരിച്ചു കിടക്കുന്നത് ലേക്ക കണ്ടു. അവളകത്ത് കയറി വന്ന് നോക്കി. പിന്നെ ബഹളം വെക്കുകയോ കള കണ്ടിട്ട് ഒന്നും ബഹളം വെക്കുകയോ മനസ്സിലായി, അവർക്കറിയാമല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവളെ പുറത്തിറക്കി. പിന്നെ ലിയോയെ കാണിച്ചില്ല. മാത്രമല്ല അവരെ പിന്നെ പൂപ്പിയെ സംസ്കരിക്കുന്നതും ഇവർ രണ്ടുപേരെയും കാണിച്ചില്ല. ഇവിടെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവരുടെ മാനസികാവസ്ഥ നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വീണ്ടും പിന്നെ ഞങ്ങളെ വിളിച്ച് പിന്നെ ഈ വിവരങ്ങൾ അന്വേഷിച്ചവർക്കും മറ്റും മിടിക്കുക ചെറിയ തലവേ അവിടെ ഇരുന്നേ, ഇരിക്കേ താഴെ വീഴല്ലേ. എൻ്റെ കൊച്ചെത്രാനും ഞങ്ങൾ തലയിൽ പൊക്കി വെച്ചോണ്ടിരിക്കും. അപ്പം ഈ എന്താ പറയുന്ന പിന്നെ നമ്മുടെ പിന്നെ നിങ്ങൾ ഓരോരുത്തരും കാണിച്ച കരുതലിനും സ്നേഹത്തിനും വീണ്ടും നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റ് വിശേഷങ്ങളുമായി കാണാം.